ഹലോ, വെൽക്കം ടു മാഡിയ ക്ലാസ്സസ്. ഈ വീഡിയോയില് ജൂലിയ ഓർ ലൂണ ഈ ഒരു ചാപ്റ്ററിന്റെ എക്സസൈസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ചാപ്റ്റർ എക്സ്പ്ലനേഷൻ ഓൾറെഡി പാർട്ട് 1 വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ എക്സസൈസ് പോർഷൻസ് കാണുക. कहानी के आधार पर सही प्रस्ताव चुनकर लिखे. കഥയ്ക്ക് ആധാരമായിട്ട് ഇവിടെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റ് എന്ന് നോക്കാം. ലഡ്കിനെ ചുനൗത്തിയോം കാ സാമ്ന കിയ. ആ പെൺകുട്ടി എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തു, നേരിട്ടു. അത് ശരിയായ കാര്യമാണല്ലേ? ഇത് കറക്റ്റ് ആണ്. ലഡ്കിനെ വിപത്തി മേ പേട് കോ ചോട് ദിയാ. ഒരു പ്രശ്നം വന്നപ്പോ ആ പെൺകുട്ടി ആ മരത്തിനെ ഉപേക്ഷിച്ച് പോയി. തെറ്റാണ്. ആ കുട്ടി ആ മരത്തിന്റെ കൂടെ തന്നെ നിന്നു. ലഡ്കിനെ ജീവൻ കി സുവിധായേ ചോട് ദി. പെൺകുട്ടി അതിന്റെ ജീവിതത്തിലുള്ള ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടു അല്ലെ. എന്നിട്ട് അത് ആ മരത്തിനെ രക്ഷിക്കാൻ വേണ്ടി സാധാരണ ജീവിതമൊക്കെ വെടിഞ്ഞ് മരത്തിന്റെ കൂടെ നിന്നു. അത് ശരിയായ സെന്റൻസ് ആണ്. लड़की सेठ के अजीबो गरीब तरकीबों से डर गई. സേട്ടിന്റെ വിചിത്രമായ ഓരോ തന്ത്രങ്ങളില് പെൺകുട്ടി പേടിച്ചുപോയി. ഒരിക്കലുമില്ല, ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ലഡ്കി അപ്നി ദോസ്തി പർ അടൽ രഹി. പെൺകുട്ടി തന്റെ ആ സുഹൃത്ത് ബന്ധത്തിൽ ഉറച്ചു നിന്നു. ശരിയാണ്. അടുത്തത് नमूने के अनुसार वाक्यों का पुनर्लेखन करे. ഇവിടെ ഒരു എക്സാമ്പിൾ സെന്റൻസ് തന്നിട്ടുണ്ട്. മേ നഹി ഉദ്രൂങ്കി. ഞാൻ ഇറങ്ങുകയില്ല. ലഡ്കി ചില്ലായി. പെൺകുട്ടി ഉറക്കെ പറഞ്ഞു. ചെറിയ ചെറിയ രണ്ട് സെന്റൻസുകളാണ്. അതിനെ ഒരുമിച്ചാക്കി മാറ്റിയിരിക്കുകയാണ്. ലഡ്കി ചില്ലായിക്ക് മേ നഹി ഉദ്രൂങ്കി. ഞാൻ ഇറങ്ങുകയില്ല, പെൺകുട്ടി ഉറക്കെ പറഞ്ഞു. അത് നേരെ പെൺകുട്ടി ഉറക്കെ പറയുകയാണ്, ഞാൻ ഇതിൽ നിന്നും ഇറങ്ങുകയില്ല. അപ്പൊ ആ സെന്റൻസിന് രൂപമാറ്റം വരുത്തിയത് കണ്ടല്ലോ. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ബാക്കി സെന്റൻസുകളും രൂപമാറ്റം വരുത്തി എഴുതാനാണ് പറയുന്നത്. ആദ്യത്തെ സെന്റൻസ്, ആദ്മിയോനെ സോച്ച ആംഖിർ കബി തോ ഉദ്രേഗി തബ് കാട്ടേങ്കെ പേട് കോ. ഇതിനെ എങ്ങനെയാക്കി മാറ്റി എഴുതാം? ആദ്മിയോനെ സോച്ച കി ആംഖിർ കബി തോ ഉദ്രേഗി തബ് കാട്ടേങ്കെ പേട് കോ. ഇനി അടുത്ത സെന്റൻസ്, കഹാനി പഠിക്കർ സുനാओ കബി ലഡ്കി പേട് സെ പൂച്ച്തി. കഥ വായിച്ചു തരട്ടെ എന്ന് പെൺകുട്ടി മരത്തിനോട് ചോദിക്കുന്നതാണ്. അപ്പൊ പെൺകുട്ടി മരത്തിനോട് ചോദിക്കുമായിരുന്നു. എങ്ങനെയാ അത് എഴുതുക? കബി ലഡ്കി പേട് സെ പൂച്ച്തി കി. എന്താണ് ചോദിച്ചുകൊണ്ടിരുന്നത്? കഹാനി പഠിക്കർ സുനാओ. മൂന്നാമത്തെ സെന്റൻസ്, തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാओगे. നിങ്ങൾക്ക് ഞങ്ങളുടെ സൗഹൃദം ഒരിക്കലും തകർക്കാൻ കഴിയില്ല. ലഡ്കീനെ കഹ. രണ്ട് സെന്റൻസ് ആണ് അല്ലെ. അതിനെ എങ്ങനെ എഴുതാം? ലഡ്കീനെ കഹ കി തും ഹമാരി ദോസ്തി കബി നെഹി തോട് പാओगे. ലാസ്റ്റ്, लड़की ने बताया वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. എങ്ങനെ എഴുതാം? लड़की ने बताया कि वादा करो यहाँ के किसी भी पेड़ को कभी नहीं काटोगे. तैयार करें. जूलिया और लूना की अनोखी दोस्ती का किस्सा दुनिया भर में मशहूर हो गया. ജൂലിയയുടെയും ലൂണയുടെയും ഈ ഒരു അപൂർവമായ സുഹൃത്ത് ബന്ധത്തിന്റെ കഥ ലോകം മുഴുവൻ പ്രശസ്തമായി. കഹി കഹി ലൂണ കെ സംരക്ഷൺ പർ പോസ്റ്റർ നിഗൽനെ ലഗേ. ലോകത്തിന്റെ പലയിടങ്ങളിലും ഈ ലൂണ എന്ന മരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോസ്റ്ററുകളും ഉണ്ടാവാൻ തുടങ്ങി. ആപ് ബി ലൂണ കെ സംരക്ഷൺ പർ പോസ്റ്റർ തയ്യാർ കരേ. നിങ്ങളും ലൂണയുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോസ്റ്ററുകൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നമുക്ക് നെറ്റിൽ നിന്ന് എടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം.
പേട് ബച്ചാവോ ജീവൻ ബച്ചാവോ ഇങ്ങനെ ഒരു ഹെഡിങ് ഒക്കെ കൊടുത്ത് ലൂണയുടെയും ജൂലിയയുടെയും ചിത്രങ്ങളൊക്കെ വരച്ച് അതില് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള സെന്റൻസുകളൊക്കെ എഴുതി നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോസ്റ്റർ സ്വന്തമായിട്ട് തയ്യാറാക്കാം. ലിഖേ 738 738 दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. ഇത്രയും ദിവസം മരത്തിന്റെ അടിയിൽ കാത്തിരുന്നതിന് ശേഷം ആ മരം വെട്ടുകാര് അവിടെ നിന്ന് മിണ്ടാതെ രക്ഷപ്പെടാൻ നോക്കുകയാണ്. വാദാ കരോ യഹാ കെ കിസി പേട് കോ കഭി നെയ് കാട്ടോഗെ. ഇവിടുത്തെ ഒരു മരത്തിനെ പോലും വെട്ടില്ല എന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തരൂ. ലഡ്കീനെ സേട്സെ വാദ ലേലിയ. പെൺകുട്ടി ഈ ഒരു വാക്ക് ആ ആളുകളുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. इस प्रसंग पर जूलिया और सेठ के बीच की बातचीत तैयार करें. ഈ ഒരു കാര്യങ്ങൾ ജൂലിയയും സേട്ടും അവർ തമ്മിൽ എങ്ങനെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക, ആ ഒരു കൺവെർസേഷൻ, ആ ഒരു സംഭാഷണം നിങ്ങൾ തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും സ്വന്തമായി തന്നെ മലയാളത്തിൽ ആ ഒരു സെന്റൻസ് എഴുതി നോക്കൂ, എന്നിട്ട് അതിനെ ഹിന്ദിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. ജൂലിയ, സേഠ് ജി ആപ് ലോഗ് യഹാം സെ ക്യോं जा रहे हैं? നിങ്ങൾ ഇവിടുന്ന് എന്തുകൊണ്ടാണ് പോകുന്നത്? സേട്ട് എന്തായിരിക്കും പറയാ? ജൂലിയ, ഹമേ പേടോं का महत्व समझ में आ गया है. ഇത്രയും സമാധാനപൂർവമാവണം അവരുടെ ആ ഒരു കൺവെർസേഷനൊന്നും ഒരു നിർബന്ധവുമില്ല. ഓരോ രീതിയിൽ ചിലപ്പോൾ ഒരു ഭീഷണി രൂപത്തിലാവാം, ചിലപ്പോൾ ഒരു കളിയാക്കുന്ന രൂപത്തിലാവാം, അല്ലെങ്കിൽ വേറെ രീതിയിലും ആകാം. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. ഇവിടെ സേട്ട് പറയാണ്, ഞങ്ങൾക്ക് മരങ്ങളുടെ മഹത്വത്തെ പറ്റി മനസ്സിലായിരിക്കുന്നു. ശരിക്കും അവർക്ക് മരങ്ങളുടെ മഹത്വത്തെ പറ്റിയാണോ മനസ്സിലായത്? അല്ല, ആളുകള് കൂടിയപ്പം പേടിച്ചിട്ടാണ് അവർ പോകുന്നത്. അവർക്ക് ചിലപ്പോൾ അത് പറയാൻ പറ്റാത്തത് കൊണ്ട് അവരിങ്ങനെയും പറഞ്ഞിരിക്കാം. तो मुझसे एक वादा कीजिए, यहाँ के किसी भी पेड़ को कभी नहीं काटेंगे. അപ്പൊ നിങ്ങൾ എന്തായാലും പോവുകയാണല്ലോ, എനിക്കൊരു വാക്ക് തരണം, ഇവിടുത്തെ ഒരു മരം പോലും നിങ്ങൾ കട്ട് ചെയ്യില്ല. അപ്പൊ സേട്ട് എന്താ പറയും? ഹാ മേ വാദാ കർത്താ ഹൂ. ഞാൻ സത്യം ചെയ്യുകയാണ്. അബ് കോയി പേട് നഹി കാട്ടാ ജായേഗ. ഇനി ഒരു മരം പോലും വെട്ടില്ല. ജൂലിയ, ധന്യവാദ്, താങ്ക് യു. ഇസ്സെ പ്രകൃതി സുരക്ഷിത് രഹേഗി. ഇതുകൊണ്ട് പ്രകൃതി സുരക്ഷിതമായിരിക്കും. സേട്ട്, ധന്യവാദ് തുമേ ജൂലിയ, തുമ്നെ ഹമേ സഹി രാസ്ത ദിഖായ. നീ ഞങ്ങൾക്ക് നല്ല വഴി കാണിച്ചു തന്നു. കഹാനി കെ ഘടനാओं को क्रम से लिखे. ചാപ്റ്ററിലുള്ള ചില സെന്റൻസുകൾ, അതിലെ ചില കാര്യങ്ങൾ ഇവിടെ എഴുതിയിരിക്കുകയാണ്. പക്ഷെ ഇത് ഓർഡറിലല്ല ഉള്ളത്. നമുക്കിതൊന്ന് ഓർഡറിലാക്കി നോക്കിയാലോ? एक रोज कुछ हट्टे घट्टे आदमी एक बड़े से पेड़ को काटने पहुंचे. ആളുകൾ മരം മുറിക്കാൻ വന്നു. लड़की और पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगे. പെൺകുട്ടിക്കും മരത്തിനും ചുറ്റും ആളുകൾ കൂടി. कई दिनों तक पेड़ काटने का इंतजार करने के बाद एक दिन वे आदमी चुपचाप वहां से जाने लगे. കുറെ ദിവസം കാത്തിരുന്നിട്ട് അവസാനം മരം വെട്ടുന്ന ആൾക്കാർ അവിടുന്ന് രക്ഷപ്പെടാൻ പോവാണ്. हट्टे कट्टे आदमियों के सेठ ने अजीबो गरीब तरकीबों लगाई. ആ മരം വെട്ടാൻ വന്നിരിക്കുന്ന ആളുകളുടെ നേതാവ് പലതരത്തിലുള്ള വിചിത്രമായ ഐഡിയാസ് നോക്കിയ അവളെ അവിടുന്ന് ഇറക്കാൻ വേണ്ടി. लड़की ने चिड़ियों की तरह पेड़ पर अपना घोंसला बना लिया. പെൺകുട്ടി മരത്തിന്റെ മുകളില് പക്ഷികളെ പോലെ അതിന്റെ കൂടുണ്ടാക്കുന്നത് പോലെ അവൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടാക്കി. ലഡ്കി ഛഡ് പേട് ചട് ഗയി. പെൺകുട്ടി പെട്ടെന്ന് തന്നെ മരത്തിന് മുകളിൽ കയറി. ഇതിൽ ഏതാണ് ആദ്യത്തെ സെന്റൻസ്? ഏക് റോസ് കുച്ച്. ഈ ഒരു ഫസ്റ്റ് സെന്റൻസ് തന്നെയാണ് അല്ലെ. ഇനി രണ്ടാമത്തേത് ലഡ്കി ഛഡ് പേട് പർ ചട് ഗയി. ഇതാണ്. അതിനുശേഷം ലഡ്കിനെ ചിടിയോं की तरह पेड़ पर अपना घोंसला बना लिया. ഇതാണ് മൂന്നാമത്തേത്. हट्टे कट्टे आदमियों के सेठ ने अजीबोगरीब तरकीबें लगाई. ഇതാണ് 4. लड़की और पेड़ के इर्द गिर्द हजारों लोग इकट्ठा होने लगे. ഇതാണ് 5. ഇതാണ് ആറാമത്തെ അല്ലെങ്കിൽ ലാസ്റ്റ് ആയിട്ടുള്ള സെന്റൻസ്. ഇത് വായിച്ചു നോക്കി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. अनुबंध कार्य. देश का विकास और प्रकृति संरक्षण विषय पर चर्चा चलाएं और लघु लेख तैयार करें.
രാജ്യത്തിന്റെ വികസനവും പ്രകൃതി സംരക്ഷണവും എന്ന ഒരു ടോപ്പിക്കിൽ നിങ്ങൾ ചർച്ച ചെയ്യണം. അതുപോലെ തന്നെ അതിനെപ്പറ്റി ഒരു ചെറിയ പ്രബന്ധം എഴുതാനും ശ്രമിക്കുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ തരാം. ഇതുപോലെ നിങ്ങളും സ്വന്തമായിട്ട് തന്നെ എഴുതാൻ ശ്രമിക്കുക. ഇപ്പൊ ഇത് എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എഴുതണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ അതിന്റെ മലയാളം ട്രാൻസ്ലേഷനും ഇവിടെ തന്നിട്ടുണ്ട്. देश के विकास के लिए उद्योग, सड़कें, भवन और नई तकनीक आवश्यक है, लेकिन विकास के साथ साथ प्रकृति का संरक्षण भी उतना ही जरूरी है। पेड़, नदियां, जंगल और वन्य जीव हमारे पर्यावरण को संतुलित रखते हैं। यदि हम प्रकृति को नुकसान पहुंचाएंगे तो प्रदूषण और जलवायु परिवर्तन जैसी समस्याएं बढ़ेगी। इसलिए हमें विकास और पर्यावरण संरक्षण के बीच संतुलन बनाए रखना चाहिए। अधिक पेड़ लगाना, जल बचाना और प्रदूषण कम करना हम सभी का कर्तव्य है. അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? നമുക്ക് വികസനം തീർച്ചയായും അത്യാവശ്യമാണ്. നമ്മൾ സോഷ്യലി വികസിക്കണമെങ്കിൽ നമുക്ക് വീടുകളും ജോലിയും നമ്മുടെ ചുറ്റും ബിൽഡിങ്ങുകളും നമ്മുടെ എല്ലാ സൗകര്യങ്ങളും നന്നായിട്ടുണ്ടാവണം. പക്ഷെ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും പ്രകൃതിയെ മറന്നുകൊണ്ടാവരുത് അതൊന്നും. ഈ പ്രകൃതി ഇപ്പോഴത്തെ ഈ ഒരു റിസോഴ്സസ് ഒന്നും നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും കൂടിയുള്ള ആവശ്യമുള്ള കാര്യങ്ങളാണ്. അപ്പോ നമ്മൾ എന്തുപയോഗിക്കുമ്പോഴും അതും കൂടി മനസ്സിൽ വെച്ച് മാത്രമേ ചെയ്യാവുള്ളൂ. എന്ത് ഡെവലപ്മെന്റ് വരുമ്പോഴും പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ആ വികസനങ്ങളെല്ലാം വരേണ്ടത്. जून और जुलाई महीने के विशेष दिवसों को पहचाने, नमूने के अनुसार कम से कम 5 दिवसों की सूची बनाए. ജൂണിലും ജൂലൈയിലുള്ള പ്രധാന ദിവസങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഇത് നിങ്ങൾ ഇന്റർനെറ്റിലൊക്കെ നോക്കിയോ ആരോടെങ്കിലും ഒക്കെ ചോദിച്ചോ ഒക്കെ കണ്ടുപിടിക്കണം. നമുക്കിവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നതല്ലാതെ ഇനിയും കൂടുതൽ ദിവസങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം, 14 ജൂൺ ലോക രക്തദാന ദിനം, 21 ജൂൺ അന്താരാഷ്ട്ര യോഗാ ദിനം, 1 ജൂലൈ ദേശീയ ഡോക്ടേഴ്സ് ദിനം ഇന്ത്യയിലുള്ള, അതുപോലെ 11 ജൂലൈ ലോക ജനസംഖ്യാ ദിനം. ഈ ചാപ്റ്ററിലുള്ള വാക്കുകളുടെ അർത്ഥം പാഠത്തിന്റെ എൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അത് റെഫർ ചെയ്ത് പഠിക്കുക. സുന്ദർലാൽ ബഹുഗുണ എന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകനെ പറ്റിയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതും നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സെർച്ച് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കമന്റ്സ് ഒക്കെ ഞാൻ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.